നമസ്കാരം. നമ്മളുടെ ഈ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പീഡനം എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, യാതൊരു കാരണവുമില്ലാതെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുക അല്ലെങ്കിൽ പഴി കേൾക്കേണ്ടി വരിക എന്നുള്ളതാണ്. നമ്മൾ പറയുന്നതൊന്ന് വിശ്വസിക്കാനോ കേൾക്കാനോ പോലും ആരുമില്ലാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതും യാതൊരു തെറ്റും ചെയ്യാതെ. അതൊരു വല്ലാത്ത അവസ്ഥയാണ് അല്ലേ? ഇതുപോലെ നിങ്ങളെ ആരെങ്കിലും വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? തെറ്റിദ്ധാരണകൾ രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഒന്ന്, സ്വാഭാവികമായി തെറ്റിദ്ധരിക്കപ്പെടുന്നത്. രണ്ട്, ഒരാൾ മറ്റൊരാളെ ബോധപൂർവമായി തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയും നടക്കുന്നുണ്ട് ധാരാളമായി നമ്മളുടെ ഇടയിൽ. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. കേട്ടതെല്ലാം സത്യമായി കൊള്ളണമെന്നില്ല, കണ്ടതെല്ലാം പൂർണ്ണമായി കൊള്ളണമെന്നുമില്ല, മനസ്സിലാക്കിയതെല്ലാം യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ ഭൂരിഭാഗം പ്രശ്നങ്ങളുടെയും തുടക്കം തെറ്റിദ്ധാരണകളിൽ നിന്നാണ് കേട്ടോ. സ്നേഹബന്ധങ്ങൾ തകരുന്നു, സൗഹൃദങ്ങൾ അവസാനിക്കുന്നു, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ പലപ്പോഴും ഇതിൻ്റെ എല്ലാം കാരണം വെറും തെറ്റിദ്ധാരണകൾ മാത്രമായിരിക്കും. യാതൊരു വസ്തുതയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ എന്താണ് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാന കാരണങ്ങൾ, നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ആളുകളെ തെറ്റിദ്ധരിക്കുന്നത്, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നീ കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഒരു കാര്യം സംഭവിക്കും, പക്ഷെ നമ്മൾ അതിനെ മറ്റൊരു തരത്തിൽ മനസ്സിലാക്കും അല്ലെങ്കിൽ വിലയിരുത്തും എന്നുള്ളതാണ്. വളരെ നിസ്സാരമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഒരു മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യുന്നു. പക്ഷേ ആ സുഹൃത്ത് ആ മെസ്സേജിന് റിപ്ലൈ നൽകിയില്ല അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്തില്ല. ശരിക്കും അയാളപ്പോൾ തിരക്കിലായിരുന്നിരിക്കാം. കുറച്ചു കഴിഞ്ഞ് മെസ്സേജിന് റിപ്ലൈ അയക്കാം അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അതിന് സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുകയാണ് അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളെ അവഗണിക്കുകയാണ് എന്ന്. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇനി ഈ തെറ്റിദ്ധാരണയുടെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്നറിയാമോ? അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ വിശ്വസിക്കുന്നതെന്തോ ആ കാര്യത്തെ മാത്രം ശരിവയ്ക്കുന്ന തെളിവുകളെയും സാഹചര്യങ്ങളെയും മാത്രം നമ്മുടെ മനസ്സ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം വിശ്വസിച്ചുവെങ്കിൽ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ മനസ്സ് അന്വേഷിച്ചുകൊണ്ടിരിക്കൂ എന്നുള്ളതാണ്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, ഒരാളെ പറ്റി നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇമേജ് രൂപപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ രൂപപ്പെട്ടാൽ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നെഗറ്റീവ് മാത്രമേ കാണുകയുള്ളൂ, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ സ്വന്തം കുറവുകളെയും തെറ്റുകളെയും നിസ്സാരമായി ഒഴിവൊഴിവുകൾ പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അയാൾ വരാൻ വൈകിയാൽ അത് അയാളുടെ മാത്രം കുറ്റവും, നമ്മളെ മറ്റൊരാൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ വൈകിയാൽ അതൊരു ട്രാഫിക് ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എത്തിച്ചേരാൻ എന്നുള്ള ന്യായവും നമ്മൾ നിരത്തും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഭയങ്കര ദേഷ്യത്തിലോ വിഷമത്തിലോ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളുടെ തലച്ചോർ കാര്യങ്ങളെ വിലയിരുത്തുന്നത് വികാരപരമായിട്ടായിരിക്കും എന്നുള്ളതാണ്. അവിടെ യുക്തിക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതെയായി മാറും. അതിന്റെ ഫലമായി എല്ലാം തെറ്റായേ വിലയിരുത്തപ്പെടൂ എന്നുള്ളതാണ്. തെറ്റിദ്ധാരണകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? നമ്മളുടെ ഉള്ളിലെ ഭയവും സംശയവും സ്വയമുള്ള ആത്മവിശ്വാസക്കുറവും നമ്മളെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആശയവിനിമയത്തിലെ അപാകതകളും വലിയ തെറ്റിദ്ധാരണകൾക്ക് കാരണമാവാറുണ്ട്. ഒരാൾ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അയാൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല മറ്റേയാൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോഴേ പ്രശ്നങ്ങൾ തുടങ്ങുകയായി. ഇനിയിപ്പോൾ നമ്മൾ യാതൊരു തെറ്റും ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും നമ്മളെ മനസ്സിലാക്കിക്കൊള്ളണമെന്നോ അതുമല്ലെങ്കിൽ എല്ലാവരും നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നുകൊള്ളണമെന്നോ ഒന്നും നിർബന്ധമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും നിങ്ങളെപ്പറ്റി തെറ്റായ അഭിപ്രായങ്ങളുള്ള ആളുകളും ഉണ്ടാവാം. അത്തരം സാഹചര്യങ്ങളിൽ ആദ്യം നിങ്ങൾ ശാന്തരാവുക, ദേഷ്യത്തോടെ പ്രതികരിക്കാതിരിക്കുക, അവരുടെ സാഹചര്യം വിശദീകരിക്കാനുള്ള അവസരം നൽകുക. അതിനുശേഷം നിങ്ങളുടെ ഭാഗം വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ എന്നോടൊരു ചോദ്യം തിരിച്ചു ചോദിച്ചേക്കാം, ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും മറ്റേയാൾ അത് കേൾക്കാനോ വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്ന്. അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും പൊതുവെ സമ്മതനായ നീതിബോധമുള്ള അംഗീകാരമുള്ള ഒരു
വ്യക്തിയെ മൂന്നാമതിനായി നിർത്തി ഇടപെടിച്ച് സംസാരിപ്പിച്ചു നോക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ നിരപരാധിത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക. എന്നിട്ടും രക്ഷയില്ല എങ്കിൽ വളരെ വിഷമത്തോടെ പറയട്ടെ, അയാളെ അയാളുടെ പാട്ടിന് വിടുക എന്നത് മാത്രമേ മാർഗമായിട്ടുള്ളൂ. അങ്ങനെ അത്ര പെട്ടെന്ന് അറുത്തു മുറിച്ച് കളയാൻ പറ്റാത്തത്ര അടുത്ത ബന്ധമാണെങ്കിൽ മെന്റലി അയാളുമായി ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ളതാണ്. എന്നെങ്കിലും നിങ്ങളുടെ നിരപരാധിത്വം തെളിഞ്ഞ് അയാളുടെ തെറ്റിദ്ധാരണ മാറട്ടെ എന്ന് ആശിക്കാമെന്ന് മാത്രം. എന്ന് വെച്ചാൽ നമ്മളുടെ മുമ്പിൽ വേറെ വഴിയില്ലല്ലോ, അത്രയൊക്കെയല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ. മറ്റൊരാളുടെ ഉള്ളിൽ കയറിയിരുന്ന് അയാളോട് ഇങ്ങനെയേ വിശ്വസിക്കാവൂ എന്ന് പറയാൻ നമുക്കാവില്ലല്ലോ. ഇതാണ് ശരി, മറ്റത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് എന്ന് പറയാനും നമുക്കാവില്ലല്ലോ. ഒരാൾ ഒരു കാര്യം വല്ലാതെ തെറ്റിദ്ധരിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മരിക്കാനൊന്നും പറ്റില്ലല്ലോ, തീർച്ചയായും പറ്റില്ല. ഇനി എനിക്ക് പറയാനുള്ളത് തെറ്റിദ്ധാരണയുടെ മൂഢസ്വർഗത്തിൽ കഴിയുന്ന ആളുകളോടാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ നിങ്ങൾ സ്വയം പരിശോധിക്കുക, അല്ലെങ്കിൽ സ്വയം ചോദിക്കുക. 1, എനിക്ക് ആ കാര്യത്തെപ്പറ്റി എല്ലാ വിവരങ്ങളും അറിയാമോ? 2, ഇതിന് മറ്റൊരു വശം ഉണ്ടാവുമോ? 3, ഞാൻ അങ്ങനെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണോ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്, അതോ വെറും വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ? ഈ 3 ചോദ്യങ്ങളും ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഒഴിവാകാൻ കാരണമായേക്കാം. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, കേട്ടതെല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ല, കണ്ടതെല്ലാം പൂർണ്ണമായിക്കൊള്ളണമെന്നില്ല, അതുപോലെ തന്നെ മനസ്സിലാക്കിയതെല്ലാം യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നുമില്ല. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. ഇനി അടുത്തതായി തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു കാര്യം കേട്ടയുടനെ വിധി പ്രസ്താവിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കണം എന്നുള്ളതാണ്. അടുത്തത്, വ്യക്തത വരുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, വികാരാധീനമായി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. മറ്റൊന്ന്, മറുവശത്തുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുകൂടി ചിന്തിക്കാൻ ശ്രമിക്കുക. വ്യക്തമായ ആശയവിനിമയം നടത്തുക. മെസ്സേജുകളെ മാത്രം ആശ്രയിക്കാതെ നേരിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന്, തെളിവുകൾ പരിശോധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത്, ശരിയായ സത്യം കണ്ടെത്തുന്നതുവരെ ഒരു നിഗമനത്തിലെത്താതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കാണുന്നത് പലതും യാഥാർത്ഥ്യങ്ങളല്ല, മനസ്സിന്റെ വെറും തോന്നലുകൾ മാത്രമാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ വെറും വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. ഓർമ്മിക്കുക, വെറും തെറ്റിദ്ധാരണകൾക്ക് വർഷങ്ങളായുള്ള ബന്ധങ്ങൾ പോലും തകർത്ത് തരിപ്പണമാക്കാൻ കഴിയും. അതിപ്പോൾ ആര് തമ്മിലുള്ള ബന്ധമായാലും, ഏത് തരത്തിലുള്ള ബന്ധമായാലും. അതേസമയം ഒരു തുറന്ന സംഭാഷണത്തിന് വർഷങ്ങളായിട്ടുള്ള തെറ്റിദ്ധാരണ അകറ്റാനും കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് ബുദ്ധിയും പക്വതയും യഥാർത്ഥ മനഃശാസ്ത്രവും. തെറ്റിദ്ധാരണകൾ പലതും സംഭവിക്കുന്നത് സംശയരോഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ചില മുൻകാല അനുഭവങ്ങളിൽ നിന്നോ ഒക്കെ ആയിരിക്കാം. പക്ഷേ നമ്മളൊന്നും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. മറുവശത്ത് തെറ്റിദ്ധരിച്ചവരെ തിരുത്താൻ ശ്രമിച്ചിട്ട് അതിന് കഴിയാതെ വരുമ്പോൾ അതിനുവേണ്ടി വീണ്ടും വീണ്ടും ശ്രമിച്ച് ജീവിതം നശിപ്പിക്കാതിരിക്കുക. ജീവിതകാലം മുഴുവൻ നീറി ജീവിതം നരകതുല്യമാക്കാതിരിക്കുക. അനാവശ്യ കുറ്റബോധങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കുക. എന്തെങ്കിലും തെറ്റിദ്ധാരണകളുടെ പേരിൽ നിങ്ങളെ ആരെങ്കിലും വിട്ടുപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, മറിച്ച് അയാൾ നിങ്ങളെ അർഹിക്കാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അങ്ങനെ ഉറച്ചു വിശ്വസിച്ച് ശിഷ്ടജീവിതം സ്വയം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുക. നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങളെ അർഹിക്കാത്തവരെല്ലാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പോകേണ്ടവരെല്ലാം നിങ്ങളിൽ നിന്ന് വേർപെട്ട് പോയിരിക്കുകയും ചെയ്യും. അത് പ്രപഞ്ച നിയമമാണ്. അതിൽ ടെൻഷൻ അടിക്കാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.